ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിറോസ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം സിറോസിൻ്റെ ഒരു വാക്ക് റൗണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മാനുവൽ വാഹനമാണ്. അതൊരു 6 സ്പീഡ് 3 സിലിണ്ടർ 1 ലിറ്റർ ചാർജർ വാഹനമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനിന്നൊന്ന് ഷെയർ ചെയ്യാം. കാരണം നോർമൽ റോഡ്, മോശപ്പെട്ട റോഡ്, അങ്ങനെ എല്ലാ വഴി കൂടെ നമുക്കൊന്ന് ഓടിച്ച് നോക്കി അത്യാവശ്യം പെട്ടെന്നുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അതായത് എത്ര സ്പീഡ് വരെ നമുക്കിതൊന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 0 to 100 ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു RPM 6000 ആയപ്പോൾ റെഡ് കത്തി. ഏകദേശം 50. സെക്കൻഡ് ഗിയറിൽ 6085. തേർഡ് ഗിയറിൽ ഫ്രണ്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് പാടാണ്. ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ടെർബോ ചാർജ്ഡ് വാഹനം എന്ന് പറഞ്ഞാലും ടെർബോയുടെ ഒരു ഫുള്ളൊരു ഔട്ട്പുട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ, ടു ബി വെരി ഫ്രാങ്ക്. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 0 to 100 നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ മാക്സിമം എത്ര വരെ നമുക്ക് റവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, 6 കഴിഞ്ഞു. സെക്കൻഡ് ഇട്ടു. 65 കിലോമീറ്റർ 70. 6000 കഴിഞ്ഞപ്പോൾ മാറ്റി. യെസ്, ഫോർത്ത് ഗിയറിൽ 100 ടച്ച് ചെയ്തു. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ 100 ടച്ച് ചെയ്തു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഒരു ഓക്കെ. എന്നാലും ഒരു ടെർബോയുടേതായ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 1693 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അതിൻ്റേതായ ഒരു പോരായ്മ അത് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു സർവീസൊക്കെ കഴിഞ്ഞൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. ഏതായാലും ഇനിഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ പെർഫോമൻസ്, ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഹൈക്ക് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ഓക്കെ തന്നെയാണ്. ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറച്ചേറെ കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ച് നോക്കി. ഏറെക്കുറെ ഒരു 8-9 കിലോമീറ്റർ മാത്രമേ ഇപ്പോൾ ഓടിച്ചുള്ളൂ. ആ ഒരു രീതി പറയാനാണെങ്കിൽ ഒരു ഓക്കെ വാഹനം തന്നെയാണ്. പിന്നെ വഴിയിൽ ഈ വാഹനം കാണുന്ന സമയത്ത് പലരും നോക്കിപ്പോവും. കാരണം ഏത് വാഹനമാണ് ഈ ഓടിപ്പോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് പലർക്കും മനസ്സിൽ വരും. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനെ കുറച്ച് യുണീക്ക് ആക്കുന്നത്. കാരണം സിറോസിൻ്റെ ഡിസൈന് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഫെമിലിയർ ആയിട്ടുള്ളൊരു വാഹനമെന്ന് പറയാൻ പറ്റില്ല. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ വാഹനത്തിൻ്റെ റിസംബ്ലൻസ് തോന്നുമെങ്കിൽ പോലും ഒന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന വാഹനത്തിൻ്റെ ഇതാണെന്നുള്ളത്. ഇനി നമുക്കൊരു കയറ്റം കൂടെ ഒന്ന് പിടിച്ച് നോക്കാം. നല്ല കുത്തനെയുള്ളൊരു കയറ്റം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എങ്ങനെയുണ്ട് അതിൻ്റെ ഫീലിന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. കയറ്റം കയറുന്ന സമയത്ത് എത്രത്തോളം നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. കാരണം ഇതൊരു 1 ലിറ്റർ എഞ്ചിനാണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മൾ ഈ വാഹനം ഒന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഗിയർ ഇട്ടു, ഓഫായി പോയി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നല്ല കുത്തനെയുള്ള കയറ്റത്തിൽ ഒന്ന് ആക്സിലറേറ്റർ കൊടുത്തിട്ടല്ലാതെ നമുക്ക് കയറുമ്പോൾ ചെറിയൊരു ജർക്കിങ് ഫീല് കിട്ടുന്നുണ്ട്. ജർക്കിങ് മാത്രമല്ല, ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് നിന്ന് പതുക്കെ ക്ലച്ച് മാത്രം എടുത്ത് ഈ വാഹനം മുമ്പോട്ട് പോകുമെന്ന് നോക്കുകയാണ്. അന്നേരം വൈബ്രേഷൻ കയറി വരുന്നുണ്ട്. പിന്നെ ഓക്കെ, കയറുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. ഓവറോൾ ഒരു ഓക്കെ ഫീൽ കേട്ടോ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വലിയൊരു ഗുമ്പ് പറയാനില്ല. അപ്പോൾ ഒരു 3 സിലിണ്ടറിൻ്റേതായ ഒരു പോരായ്മകൾ ഒക്കെ എവിടെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ചെറിയ രീതിക്ക്. പക്ഷേ വാഹനം ഓൾ ദ റൗണ്ട് ബാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ പക്ക. ഇപ്പോൾ നമ്മൾ മോശപ്പെട്ട ഒരു വഴി കൂടെ ഒക്കെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും നല്ല രീതിക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ആണെങ്കിലും, പിന്നെ ഈ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചൊരു സ്പീഡിൽ പോയിട്ട് സഡനും കൂടെ ഒന്ന് ചവിട്ടി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് അറിയാം. ഏതായാലും ഓവറോൾ ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്ര അടിപൊളിയായിട്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് ബ്രേക്ക് ചെയ്യാണേ. അയ്യോ, തെറ്റല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു 60 ഞാനൊന്ന് ചവിട്ടുകയാണ്. അയ്യോ, അടിപൊളി. കുറച്ച് ഫ്രണ്ടോട്ട് വന്നോ? ഇല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടതിൻ്റെ ഗുണമല്ലേ. ഓക്കെ, ഏതായാലും ബ്രേക്കിംഗ് അടിപൊളിയാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് പിന്നെ എടുത്ത് പറയേണ്ടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളും EBDയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട്. പിന്നെ ABS ആണെങ്കിലും ഇപ്പോൾ ABS വർക്ക് ചെയ്തു. കാരണം ഒരു വീല് സ്കിഡ് ആയതുകൊണ്ട് ABS വർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഓവറോൾ പെർഫോമൻസും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാനുള്ള ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു 6 സ്പീഡ് വാഹനമാണ്. മൈലേജ് ഏറെക്കുറെ ഒരു 18 വരെയൊക്കെയാണ് പറയുന്നത്. എന്നാൽ പോലും നല്ല രീതിക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. കാരണം ഒരു 1 ലിറ്റർ എഞ്ചിനിൽ നിന്നും അതൊരു ടെർബോ വാഹനമാണെങ്കിൽ പോലും നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പടക്കം മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. 6 സ്പീഡാണ് നമുക്കിവിടെ വരുന്ന ട്രാൻസ്മിഷൻ. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും 6 സ്പീഡാണ്.
അപ്പം ആ ഒരു 6 കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് തീർക്കാൻ പാടായിരിക്കും മിക്കവാറും നമ്മുടെ ഈ വഴികളിലെല്ലാം. പിന്നെ നല്ല ഹൈവേസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല 6 സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിനി ക്രൂയിസ് കൺട്രോളിൻ്റെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ഇത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഈ ഒരു മോഡലിന് വരുന്നില്ല, കാരണം ഇത് അഡാസ് ഫീച്ചർ ഉള്ള ഒരു വാഹനമല്ല. ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. നമ്മൾ ഏതായാലും ക്രൂയിസ് കൺട്രോൾ ഒന്ന് ഓൺ ആക്കുകയാണ്. 4th ഗിയർ ഇടുക. ഓക്കെ, ക്രൂയിസ് ഇട്ടു. ഏകദേശം 47 ലോക്ക് ആയിട്ടുണ്ട്. 47 ആണ് ഇത് സ്പീഡ് ഉള്ളത്. അത് ഞാൻ കൂട്ടുക, കുറയ്ക്കുക, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്. കുറച്ചുകൂടെ ഒരു ഇത് പറയാനാണെങ്കിൽ, എനിക്ക് അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പം പറഞ്ഞതാണ്, റൈറ്റ് സൈഡിലോട്ട് ഇതിൻ്റെ വോളിയം കൺട്രോൾസും കാര്യങ്ങളൊക്കെ, മീഡിയയുടെ ഫുൾ കൺട്രോൾസ് നമുക്ക് റൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ബാക്കി ക്ലസ്റ്റർ മീറ്ററിൻ്റെ ഒക്കെ ആണെങ്കിലും ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സെറ്റിങ്സും എല്ലാം വരുന്നത്, പ്രത്യേകിച്ച് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇനി നമുക്ക് ക്രൂയിസും സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തു. 47 ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, പോയി. അതൊരു മോശം പരിപാടിയാണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഏതായാലും ഞാനൊരു 65 ഇട്ടു, ഫ്രീ ആയിട്ട് പോകുന്നു. നല്ല ഹൈവേസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. എടുക്കുന്ന ആക്സിലറേറ്റ് ചെയ്താലും ക്രൂയിസ് കട്ടാവുന്നുണ്ട്. ഓക്കെ, ഓവറോൾ എനിക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഓക്കെ പെട്രോൾ വാഹനമാണ്. ടർബോ ലാഗ് ചെറിയൊരു രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും അടിപൊളിയാന്ന് പറയാൻ സാധിക്കും. പക്ഷേ എന്നാലും ഓവറോൾ ഓക്കെ ഫീൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആസ് ഇറ്റ് ഈസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഡീസൽ വേരിയൻറ്റ് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാൻ എനിക്കൊരു പ്ലാനുണ്ട്. മോശപ്പെട്ട വഴി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ സൈഡും കാര്യങ്ങളൊക്കെ. ഏതായാലും 4 പേരെ വെച്ചാണ് ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്. അപ്പം 4 പേരെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു കംഫോർട്ട് ലെവലെന്നും കൂടെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു ഏകദേശം ഒരു സ്ഥിരം ടെസ്റ്റ് ഡ്രൈവ് റൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ചൊന്ന് സ്പീഡ് കുറച്ചേക്കാം, ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. ഏതായാലും കുറച്ചൊന്ന് ഓടിക്കാം. ഓക്കെയാണ്. ഒരു ഹൈ ലെവൽ സസ്പെൻഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ആവറേജിന് മേളിലോട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. കാരണം നല്ല മോശപ്പെട്ട വഴിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഓടിക്കുന്നൊരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പതുക്കെ ചവിട്ടി പോകാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടും. ഞാൻ ആ ഷോക്ക് മാക്സിമം ബൗൺസ് ചെയ്യിക്കാനുള്ള ഓപ്ഷനാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പെട്രോൾ വേരിയൻ്റ് ഓടിച്ചതിന് ശേഷം ഇനി നമ്മുടെ ഡീസൽ വേരിയൻറ്റിൽ വന്നിരിക്കുകയാണ്. അതായത് സിറോസിൻ്റെ 1.5 ലിറ്റർ വരുന്ന ഈ ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ ഓടിച്ച് നോക്കുന്നത്. ഏതായാലും 1 ലിറ്റർ ഓടിച്ച സമയത്ത് ഞാൻ വളരെ ജെന്യൂനായിട്ട് പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആണെന്ന് തോന്നിയില്ല. എന്നാൽ ജസ്റ്റ് ഒരു 1 ലിറ്റർ ഓടിക്കുന്ന സെയിം ഫീല് തന്നെയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഒരു 1.5 ലിറ്റർ ഓടിക്കുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ ഒരു പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡീസൽ ടെർബോ ഓടിക്കുന്ന സെയിം ഫീലാണ്. അതായത് എപ്പോഴും നമുക്കറിയാം ഒരു ടെർബോ വെഹിക്കിൾ, അതിപ്പോൾ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, ടെർബോ വരുന്ന സമയത്ത് നമുക്ക് ഓവറോൾ പെർഫോമൻസിന് വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ഒരു ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീസൽ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ഈ മീറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും എൻ്റെ RPM 6000 ആണ് വരുന്നത്. അപ്പോൾ ഒരു ഡീസലാണോ പെട്രോൾ ആണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം പെട്രോളിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സസ്പെൻഷൻ വൈസും ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. കാരണം 2 വാഹനത്തിനും വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. എന്നാൽ ഒരു ഡീസൽ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ്, അതായത് ഞാൻ ഇന്നിപ്പം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു 4 സിലിണ്ടർ ഡീസൽ വാഹനമായിട്ട് പോലും ഒരു വൈബ്രേഷൻ അഥവാ ഒരു എൻജിൻ നോയ്സ് നമുക്ക് വളരെ കുറച്ച് മാത്രം ക്യാബിനിലാണെങ്കിലും പുറത്ത് നിന്നാൽ പോലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഡീസൽ വാഹനമാണോ എന്ന് പോലും എനിക്കൊരു ഡൗട്ട് തോന്നിപ്പോയി. ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടിയത്. അപ്പോൾ എനിക്കൊരു 1 ലിറ്റർ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിന്, അതായത് നിങ്ങളിപ്പോൾ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോ ഉണ്ടെങ്കിൽ, അതായത് ഡെയിലി ഒരു 50+ കിലോമീറ്ററൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഡീസൽ വേരിയൻ്റ് തന്നെ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു 1 ലിറ്റർ പെട്രോൾ വേരിയൻ്റ്, അതായത് വിത്ത് ടെർബോ തന്നെ കിട്ടുന്നുണ്ട്, അതെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതുകൊണ്ട്
എപ്പോഴും നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം സ്വന്തമായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കുക. കാരണം നിങ്ങൾ ഏതൊക്കെ റിവ്യൂ കണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് ഇരുന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളൊരു കാര്യം കൂടെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഒരു വാഹനം എടുക്കുക. ഏതായാലും ഓവറോൾ എനിക്ക് 1 ലിറ്ററിനെ കഴിഞ്ഞ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടോർക്ക് കൺവേർട്ടർ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ഓരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്പീഡും കൂടെ അതിനകത്തൊരു കാര്യമാണ്. ഡൗൺ ചെയ്യാൻ എപ്പോഴും സാധിക്കും, പക്ഷേ ടോപ്പിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ബേസ് ചെയ്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കുക. നമ്മുടെ ഇവിടെ കോട്ടയത്തുള്ള അടിച്ചിറ ഷോറൂമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. കാരണം ഓരോ വ്യക്തികളും വാഹനം ഓടിക്കുന്ന രീതി വേറെ വേറെയാണ്. അപ്പം ജസ്റ്റ് ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കുക. ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.